Celebrating 50 years. Majestic Jewelers. ഓൺലൈൻ ആപ്പിലൂടെ വായ്പയെടുത്ത യുവാവിന്റെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിപ്പ്. തിരുക്കട്ടച്ചിറ കൊല്ലത്തുപറമ്പിൽ റാഷിദാണ് ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘത്തിലെ കെണിയിൽപ്പെട്ടത്. സ്മാർട്ട് ലോൺ ക്രെഡിറ്റ് ലോൺ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത റാഷിദിന് കഴിഞ്ഞ 10-ന് 3000 രൂപ വായ്പ ലഭിച്ചിരുന്നു. വായ്പയ്ക്കായി റാഷിദിന്റെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ നൽകിയിരുന്നു. ഈ പണം തിരിച്ചടച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 17-ന് റാഷിദിന്റെ അനുമതിയില്ലാതെ വീണ്ടും 2980 രൂപ അക്കൗണ്ടിൽ വന്നു. ആവശ്യപ്പെടാതെ പണം വന്നത് അറിയിച്ചപ്പോൾ 5000 രൂപ ഉടൻ അയച്ചില്ലെങ്കിൽ റാഷിദിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നഗ്ന ഫോട്ടോയോടെ റാഷിദിന്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിച്ച് കുടുംബം തകർക്കുമെന്നാണ് ഭീഷണി. എൻ്റെ ഫോണിലേക്ക് ഒരു സ്മാർട്ട് ലോൺ എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒരു ലിങ്ക് വന്നിരുന്നു. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിലേക്ക് അവർ കുറച്ച് രേഖകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആധാർ കാർഡ് ഇതൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ ഒരു 3000 രൂപ അവർ ലോൺ ആദ്യം തന്നു. അതിൽ 2150 രൂപ തന്നു. ബാക്കി പൈസ അവർ സർവീസ് ചാർജ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് 7 ദിവസത്തെ വാലിഡിറ്റി തന്നു. 7 ദിവസം കഴിഞ്ഞ് ഞാൻ അടച്ചു. ആ അടച്ച സമയം തന്നെ അപ്പം തന്നെ അവരെന്ത് ചെയ്തു, എൻ്റെ സമ്മതം അറിവൊന്നും ഇല്ലാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് വീണ്ടും അവർ പൈസ ഇട്ട് തന്നു. അന്ന് പൈസ ഇട്ടത് 2980 അപ്പോൾ അവരൊരു വാട്സപ്പ് വഴിയാണ് എൻ്റെ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആ വാട്സപ്പിൽ അപ്പോൾ തന്നെ മെസ്സേജ് ഇട്ടു, ഞാൻ ആവശ്യപ്പെടാതെ എൻ്റെ സമ്മതമില്ലാതെ എനിക്ക് പൈസ വേണ്ട, അത് നിങ്ങൾ തന്നെ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വിട്ടുതരാമെന്നുണ്ട്. പക്ഷേ അവരൊരു വിവരം കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. പിന്നെ 24-ാം തീയതി ആണ്, അതായത് മിനിയാന്നാണ് അവർ പിന്നെ വേറെ പല നമ്പറിൽ നിന്നും എനിക്ക് വാട്സപ്പ് കോളും മറ്റുള്ള കോളൊക്കെ വിളിച്ചിട്ട് അത് 5000 രൂപ ആക്കി തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോ എൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറിലേക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ 2980 രൂപയാണ്, അതും ഞാൻ ആവശ്യപ്പെടാതെ നിങ്ങൾ ഇട്ടുന്നത്, ആ പൈസ മാത്രം തരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞു. വാട്സാപ്പിലൂടെയാണ് ഈ സംഘം റാഷിദിനെ ഭീഷണിപ്പെടുത്തുന്നത്. ഇതിനിടെ വീണ്ടും 3000 രൂപ തിരിച്ചടച്ചിട്ടും പണം കിട്ടിയില്ലെന്നും 5000 രൂപ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട റാഷിദിന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് നഗ്നത പ്രചരിപ്പിക്കുകയാണ്. റാഷിദിന്റെ ലിസ്റ്റിലുള്ള നിരവധി പേർക്കാണ് വാട്സാപ്പ് വഴി ഫോട്ടോ അയച്ചത്. ഒരു ഫോട്ടോ വെച്ചിട്ട് ആദ്യം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് 5000 രൂപ ലോൺ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കോൺടാക്ട്സിൽ മൊത്തം ആൾക്കാർക്ക് അവർ ഫോട്ടോ വിട്ടു. അത് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും എനിക്ക് മെസ്സേജ് എൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോ വിട്ടെന്നിട്ട് പറഞ്ഞു, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളെ പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ എല്ലാ കോൺടാക്ട്സിലേക്കും വാട്സപ്പ് വഴി വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ CSR അടുത്ത് പരാതി കൊടുക്കുന്നത് ആ സമയത്ത് നിന്ന്. അപ്പോൾ ആ സമയത്താണ് അവരെ മോർഫ് ചെയ്ത ഫോട്ടോ വിട്ടത്. അപ്പോൾ തന്നെ ഞാൻ CSR സാധനം കാണിച്ചു കൊടുത്തു. CSR വേണ്ട നടപടി കാര്യങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ അധികം കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറിലേക്ക് ഇവർ ഫോട്ടോ വിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവർക്ക് 5000 രൂപ വീണ്ടും അടക്കണം തന്നെ. അങ്ങനെ ഞാൻ ഇവർ വിട്ടെന്ന 2980 രൂപ ഉണ്ട്, അതിൽ 3000 രൂപ അടിച്ചു കൊടുത്തു. അവർ വിട്ടെന്ന പൈസ അല്ലേ, പക്ഷെ അവർക്ക് വീണ്ടും 5000 രൂപ ഇനിയും വേണമല്ലോ. അപ്പോൾ ഇനിയും അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഇതുപോലെ മാനസികമായിട്ട് കുടുംബം തകർക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത്. വീണ്ടും എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ കോൺടാക്ട്സിലുള്ള എല്ലാ നമ്പറിലേക്ക് ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇവരുടെ നമ്പറിൽ വിളിച്ചാൽ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ തുടർന്നാണ് ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് റാഷിദ് തിരൂർ പോലീസിൽ പരാതി നൽകിയത്.